ഹലോ, ഇന്ന് നമുക്ക് സിമ്പിളായി എന്തെങ്കിലും ചെയ്യാം. ഞാനിവിടെ ചെയ്യുന്നത് ഒരു മിനി ഫ്രെയിമാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പേജ് എടുത്തിട്ടുണ്ട്. ഈ പേജിന് റോൾ ചെയ്യുക, സ്ട്രോ പോലെ ആക്കുക കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതാ റോൾ ചെയ്ത് കയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇനി അത് ഗം ഉപയോഗിച്ചൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. ഇതുപോലെ ഞാൻ 2 ഉണ്ടാക്കിയിട്ടുണ്ട്. അടുത്തത് ഇതുപോലൊരു ചെറിയ കാർഡ്ബോർഡ് പീസ് എടുക്കുക. നമ്മൾ മിനി ഫ്രെയിമെല്ലാം ഉണ്ടാക്കുന്നേ, അതുകൊണ്ടാണ് ചെറുതെടുത്തത്. ഇനി ആ കാർഡ്ബോർഡ് പീസ് നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ സ്ട്രോ ഉണ്ടല്ലോ, അതിങ്ങനെ വെച്ച് നോക്കുക. എന്നിട്ട് അതിൻ്റെ അളവിനും കട്ട് ചെയ്യുക. കാർഡ്ബോർഡ് പീസുമ്മ വെക്കുമ്പോൾ ശ്രദ്ധിക്കുക, മുകളിലേക്കും താഴേക്കും കുറച്ച് ബാലൻസ് വേണം കേട്ടോ. അങ്ങനെയാണ് വെക്കേണ്ടത്. അങ്ങനെ ഞാൻ 8 പീസുകൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെറിയൊരു അലങ്കാരത്തിന് വേണ്ടി ഒന്നിങ്ങനെ ചരിച്ച് മുറിച്ച് കൊടുക്കണം കേട്ടോ. വേണമെങ്കിൽ മുറിച്ചെടുത്താൽ മതി. എനിക്കൊരു തൃപ്തി വരുന്നില്ല, അപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, അത് വിചാരിച്ച് മുറിച്ചെടുത്താണ് കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കത്രികയ്ക്ക് ചെറുതായിട്ടൊരു മൂർച്ചം കുറവാണ്, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ കാണിച്ചത്. ഞാൻ ഇവിടെ 2 സ്ട്രോ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് 2 കൂടി ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം. ഞാനിപ്പോൾ ഇത് ഒട്ടിച്ചെടുത്തില്ലേ, ഇതുപോലെ ബാക്കിയുള്ളത് ഒട്ടിച്ചെടുക്കട്ടെ. അപ്പം നമുക്ക് 4 ആയിക്കണ്ട് കിട്ടും. ഇനി നമ്മൾ നേരത്തെ എടുത്ത കാർഡ്ബോർഡ് പീസില്ലേ, അതിമത് വെച്ചിങ്ങനെ ഒട്ടിച്ച് നോക്കുക കേട്ടോ. അതിന് കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടിയാണ് അതിൻ്റെ മുകളിൽ വെച്ച് ഒട്ടിച്ച് കൊടുക്കുന്നത്. അങ്ങനെ 4 ഭാഗം ഒട്ടിച്ചെടുത്തിട്ട് അതൊന്നും കൂടി ബ്യൂട്ടിഫുൾ ആവാൻ വേണ്ടിയിട്ട് പെയിൻ്റ് അടിച്ച് കൊടുക്കുന്നുണ്ട്. ബ്ലാക്ക് കളറാണ് അത്. നമ്മൾ അടിച്ചെടുത്ത് മാറ്റി വെക്കുക. ഇനി നമ്മൾ അതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അതന്നെ, അത് പെയിൻ്റ് കൊടുക്കുകയാണ്. അതും ഞാൻ ബ്ലാക്ക് തന്നെയാണ് കേട്ടോ. ഇനി ഞാൻ ഇതുപോലൊരു വൈറ്റ് ഹാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ അതിൻ്റെ സെൻറ്റർ പോർഷനിൽ ഒട്ടിച്ച് കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ഫ്രെയിം ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതുപോലൊരു നീളത്തിലുള്ള കാർഡ്ബോർഡ് പീസ് എടുക്കുക, ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുക. ഈ ഫ്രെയിമിൻ്റെ 3 ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കണം, ഒരു ഭാഗത്ത് ഒട്ടിച്ച് കൊടുക്കാനും പാടില്ല. അത് കഴിഞ്ഞിട്ട് അടുത്തത് നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു കാർഡ്ബോർഡ് പീസില്ലേ, അത് ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ച് കൊടുക്കുക. ഇപ്പോൾ ഫ്രെയിം റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വെക്കണ്ടേ, അത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചത് എടുത്തിട്ട് അതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മിനി ഫ്രെയിം റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.